ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ അള്ളാഹുവിൻ്റെ അല്ലാ എന്നുള്ള നാമമാണ് പ്രയോഗിക്കുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. അതിൽ മുഴുവൻ ഏത് പേരാണുള്ളത്? സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ. അവിടെയൊക്കെ ഉള്ളത് എന്താണ്? അല്ലാഹു എന്നുള്ള പേരാണ്. ഇനി നമ്മൾ നോക്കുക, നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ, ദുആകളിൽ അധികവും നമ്മൾ പ്രയോഗിക്കുന്നത് ഈ പേരാണ്. ഉദാഹരണത്തിന് അസ്തഗ്ഫിറുല്ലാഹ്, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, യർഹമുക്കല്ലാഹ്, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹ് ബാലക്കും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സമിഅല്ലാഹു ലിമൻ ഹമിദ. ഇവിടൊക്കെ നമ്മൾ പറയുന്ന വാക്യേതാണ്? പേരേതാണ്? അല്ലാഹു എന്നുള്ള പേരാണ്. നമുക്കറിയാം, ഒരു അടിമ അല്ലാഹുവായി നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായ ആരാധനാകർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം തുടങ്ങുന്നത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹു അക്ബർ. അത് അവസാനിക്കുന്നതും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇടക്കിടക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു അക്ബർ എന്നെന്ത് ചെയ്യുന്നു? പറയുന്നു. അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു തുടങ്ങിയ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാരി വ അദാബിൽ ഖബർ എന്ന രൂപത്തിൽ, വ്യത്യസ്ത രൂപത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം അല്ലാഹുമ്മ എന്ന ആ പ്രാർത്ഥന അവിടെ നമുക്ക് കാണാൻ കഴിയും. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നമ്മൾ പറയുന്നു. നിസ്കാരത്തിലും അല്ലാതെയും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് എന്ന് പറയുമ്പോൾ അല്ലാ എന്നുള്ള വാക്കാണ് നമ്മൾ എന്തിനവിടെ പറയുന്നത്. ഇനി റസൂലുള്ളാഹ്, കിതാബുല്ലാഹ്, ബൈത്തുല്ലാഹ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? പറയാറുള്ളത്. അപ്പം അല്ലാഹ് എന്ന പേര് അത്രയും മഹത്തരമായ പേരാണ്.